നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോൺമെബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇപ്പോൾ 5ാം സ്ഥാനത്താണ് ബ്രസീലുള്ളത്. അടുത്ത 2 കളികൾ വമ്പൻ ടീമുകളോടാണ്. ഒന്ന് കൊളംബിയക്കെതിരെ, മറ്റൊന്ന് അർജൻറ്റീനയ്ക്കെതിരെ. അർജൻറ്റീനയ്ക്കെതിരെയുള്ള കളി എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി നോക്കുന്നു. മെസ്സി വേഴ്സസ് നെയ്മർ പോരാട്ടം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ. പക്ഷേ മെസ്സിക്ക് പരിക്കുന്ന ചില പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് വിശദമായി ഡിസ്കസ് ചെയ്യേണ്ട വിഷയമാണ്. 2 കളികൾ. ആദ്യ കളി മാർച്ച് 20 കൊളംബിയക്കെതിരെ. നമ്മൾ ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് 21 പുലർച്ചെയാണ് ആ മാച്ച്. അടുത്ത കളി മാർച്ച് 25 അർജൻറ്റീനയ്ക്കെതിരെ. അത് എവേ മത്സരമാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് 26 പുലർച്ചെയാണ് ആ മാച്ച്. ഈ മത്സരങ്ങൾക്കുള്ള ബ്രസീലിൻ്റെ ഫൈനൽ സ്ക്വാഡ് 23 അംഗ സ്ക്വാഡ് ഇപ്പോൾ കോച്ച് ഡൊറിവാൾ ജൂനിയർ പ്രഖ്യാപിച്ചല്ലോ. ഈ സ്ക്വാഡ് അർജൻറ്റീനയെപ്പോലുള്ള ലോക ചാമ്പ്യന്മാരായ, വേൾഡ് റാങ്കിങ്ങിൽ 1ാമതായ, കോൺമെബോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ 1ാമതായ ടീമിനോട് മുട്ടി നിൽക്കാൻ കെൽപ്പുള്ള ഒന്നാണോ? സ്വാഭാവികമായിട്ടും ആരാധകർ ഒരല്പം ആശങ്കയിലാണ് എന്നത് പറയാതെ വയ്യ. സമീപകാലത്തെ ബ്രസീൽ അർജൻറ്റീന മത്സരങ്ങളുടെ റിസൾട്ട് അത്ര ബ്രസീലിന് അനുകൂലമല്ല എന്നത് തന്നെ കാരണം. പക്ഷേ ഇവിടെ നെയ്മർ ജൂനിയർ മടങ്ങി വരുന്നുണ്ട്. നെയ്മറുടെ മടങ്ങി വരവ് ബ്രസീലിന് തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷകൾ കൊടുക്കുന്നുണ്ട്. ഇന്നലെ കോച്ച് ഡൊറിവാൾ ജൂനിയർ പറഞ്ഞത് അങ്ങനെ അമിത പ്രതീക്ഷ നൽകേണ്ടതില്ല, നെയ്മർ മടങ്ങി വരുന്നേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ മേൽ അമിത പ്രതീക്ഷയുടെ ഭാരം വെക്കേണ്ടതില്ല എന്ന് കോച്ച് പറഞ്ഞാൽ പോലും ആരാധകർക്ക് അങ്ങനെയല്ല. അത് നെയ്മറാണ്. നെയ്മർ ഉണ്ടാകുമ്പോൾ മറ്റ് താരങ്ങളും സ്വാഭാവികമായിട്ടും അവരുടെ മുറയിൽ വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. അപ്പോൾ നമ്മൾ വിശദമായിട്ടൊന്ന് പരിശോധിക്കുകയാണ് ഈ ഒരു സ്ക്വാഡിനെ. ഈ ഒരു കോളപ്പിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നേ. ഒന്ന്, എൻട്രിക്കിനെ സ്ക്വാഡിലേക്ക് എടുത്തിട്ടില്ല. അതെന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമാണ്. നമ്പർ 9 പൊസിഷനിൽ ഇപ്പോഴും ബ്രസീലിനൊരു മികച്ച താരമില്ല. ആരെ കളിപ്പിക്കും ഈ മത്സരങ്ങളിൽ നിന്ന് കണ്ടറിയണം. റോഡ്രിഗോയെ വെച്ച് നമ്പർ 9 കളിപ്പിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അത് തന്നെ ആവർത്തിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എൻട്രിക്ക് ഇപ്പോൾ സമീപകാലത്ത് റയൽ മാഡ്രിഡിന് വേണ്ടി കിട്ടുന്ന അവസരങ്ങളിൽ മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. സാക്ഷാൽ ഡോൺ കാർലോ തന്നെ പറഞ്ഞു മികച്ച നമ്പർ 9 ആവാനുള്ള എല്ലാ ക്വാളിറ്റിയും അവനുണ്ട് എന്ന്. അവൻ വിനിയെ പോലെയല്ല, എംബാപ്പയെ റോഡ്രിഗോയെ പോലെയല്ല, വിനിയെ പോലെയല്ല, റോഡ്രിഗോയെ പോലെയല്ല, അവരിൽ നിന്ന് വ്യത്യസ്തമായ ക്വാളിറ്റീസാണ് അവനുള്ളത് എന്ന്. ഏതായാലും എൻട്രിക്കില്ല. ആൻ്റണി ഇല്ല. ആൻ്റണി എന്ന് ആരാധകരിങ്ങനെ പറയുന്നുണ്ട്. കാരണം ആൻ്റണിയുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നുള്ള ട്രാൻസ്ഫറിന് ശേഷം റയൽ ബെറ്റീസിൽ അവൻ പൊളിച്ചെടുക്കുകയാണ്. 6 ഗോൾ കോൺട്രിബ്യൂഷൻസായി 7 കളികളിൽ നിന്ന്. പക്ഷെ അതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങ് നേരിട്ട് ഉൾപ്പെടുത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷെ അവനെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് 52 മെമ്പേഴ്സ് സ്ക്വാഡിൽ അവൻ വന്നത്. അതിൽ ആൻ്റണി ഇല്ല എന്നുള്ളതിൽ വലിയ അത്ഭുതമില്ല. പക്ഷേ എഡേഴ്സൺ ഇല്ല എന്നുള്ളത് ശരിക്കും ഞെട്ടിച്ചൊരു കാര്യമാണ്. എഡേഴ്സൺ ഇല്ല. ഗോൾ കീപ്പർ എഡേഴ്സിൻ്റെ കാര്യമല്ല, മിഡ്ഫീൽഡർ എഡേഴ്സിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ജാവോ ഗോമസിനും ഇടം കൊടുത്തിട്ടില്ല. നോക്കുക, ഇതിൽ എങ്ങനെയാണ് ജോയലിൻറ്റൺ ടീമിൽ വരികയും യൂറോപ്പിൽ കളിക്കുന്ന ഏറ്റവും മികച്ച, നിലവിൽ ബെസ്റ്റ് ബ്രസീലിയൻ മിഡ്ഫീൽഡർ എന്ന് പറയാവുന്ന എഡേഴ്സൺ സ്ക്വാഡിൽ വരാതിരിക്കുകയും ചെയ്യുന്നത്. ജോയലിൻറ്റൺ സ്ഥിരമായിട്ടിങ്ങനെ വരുന്നുണ്ട് കോച്ചിൻ്റെ കോളപ്പിൽ. അതെന്താണ്? അതുപോലെ തന്നെ ആൻഡ്രി സാൻഡോസിൻ്റെ കാര്യം. ഇപ്പോൾ നമ്മൾ ഫ്രാൻസിൽ കളിക്കുന്ന ബെസ്റ്റ് ബ്രസീലിയൻ താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ എന്തായാലും ആൻഡ്രി സാൻഡോസിനെ ഉൾപ്പെടുത്താം. ആൻഡ്രി സാൻഡോസ് ഇനി എന്താണ് ബ്രസീൽ ടീമിലെത്താൻ വേണ്ടി ചെയ്യേണ്ടത്? അതേസമയം ചില താരങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും കോളപ്പ് വരുന്നു എന്നുള്ളത്. വീണ്ടും ഡാനിലോ എന്തിനാണ് ഡാനിലോ എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോലും ആരാധകരുടെ ചോദ്യം വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കോളപ്പുകളും ഒഴിവാക്കലുകളും ഉണ്ടായിട്ടുണ്ട്. ഉള്ള ടീം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പർ പൊസിഷനിൽ ആലിസണും എഡേഴ്സണും ബെൻഡോയുമാണുള്ളത്. ഇത് മികച്ച ഒരു തിരഞ്ഞെടുപ്പാണ്. ആലിസണും എഡേഴ്സണും ബെൻഡോയും. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മിന്നും ഫോമിലാണ് ഇപ്പോൾ ആലിസൺ ഉള്ളത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ കഴിഞ്ഞ മത്സരം നിങ്ങൾ കണ്ടില്ലേ, ലിവർപൂളിനെതിരെ മിന്നും കളി പുറത്തെടുത്ത് PSG, എന്നിട്ടും PSG ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളത് ആലിസൻ്റെ ഗോൾ കീപ്പിംഗ് ആണ്. അപ്പം ആ ഗോളിന് വഴിവെച്ചതും, ലിവർപൂളിൻ്റെ ഗോളിന് വഴിവെച്ചതും, ആ നീക്കത്തിന് തുടക്കമിട്ടതും ആലിസനാണ്. അപ്പോൾ ആലിസൺ തന്നെയായിരിക്കും ഈ കളിയിലെ ഗോൾ കീപ്പർ എന്ന് വേണം പ്രതീക്ഷിക്കാൻ ഈ കളികളിലെ. പിന്നെ എഡേഴ്സൺ ഉണ്ട്. എഡേഴ്സണും ഇനി പറഞ്ഞ ആരെയും അറിയിക്കണ്ടല്ലോ, അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ്. പിന്നെ ബെൻഡോയെ അൽ നസറിനാണ് കളിക്കുന്നതെങ്കിലും, അതായത്
സൗദി ലീഗിലാണ് കളിക്കുന്നതെങ്കിലും തഴയണ്ട എന്ന തീരുമാനത്തിലേക്കാണ് കോച്ച് പോയത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ അത് ശരിയായ തീരുമാനമാണ്. സോ ബ്രസീലിൽ അവൈലബിൾ ആയിട്ടുള്ള മികച്ച 3 ഗോൾ കീപ്പർമാരെ തന്നെ കോച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വലിയ ആശങ്കകൾക്ക് വകയില്ല. ഇനിയാണ് കാര്യം. കഴിഞ്ഞ കുറേ കാലമായിട്ട് ബ്രസീലിൻ്റെ പ്രശ്നം വിങ് ബാക്കുമാരാണല്ലോ. ശരിയാ, റോബർട്ടോ കാർലോസും കഫുവും അടക്കി ഭരിച്ചിരുന്ന ഒരു കാലമുണ്ട് ഇരു പാർശ്വങ്ങളിലായിട്ട്. അതൊക്കെ ഒരു കാലം. അതുപോലെയുള്ള വിങ് ബാക്കുമാരൊന്നും വേണ്ടതേ. അതിൻ്റെ 10-1 മികവെങ്കിലുമുള്ള ആളുകൾ ഉണ്ടായാൽ മതി. വീണ്ടും ഡാനിലോയെ ആ പൊസിഷനിലേക്ക് എടുക്കുന്നു. വലതു പാർശ്വത്തിൽ ഡാനിലോ, ഇവിടെ കഫു കളിച്ച വലതു പാർശ്വമാണ്, അവിടെ ഡാനിലോ വീണ്ടും വരുന്നു. ആരാധകർ ഇപ്പോഴും കൺവിൻസ്ഡ് അല്ല എന്തിനാണ് ഡാനിലോയെ ഇങ്ങനെ വീണ്ടും 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 പരിഗണിക്കുന്നത്. പിന്നെ വാൻഡേഴ്സിനാണുള്ളത്. സോ വാൻഡേഴ്സിനെ സ്റ്റാർട്ട് ചെയ്യിക്കുമെന്ന് കരുതാം. അതാണിപ്പോൾ പറയാൻ പറ്റുക. ഡാനിലോ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലായിരിക്കണം. ഇനി അതല്ല എക്സ്പീരിയൻസ് ഒന്നും പറഞ്ഞുകൊണ്ട് ഡാനിലോയെ തന്നെ കൊണ്ടുവരുമോ എന്നുള്ളത് കണ്ടറിയണം. അതേസമയം ഇടതുപാർശ്വത്തിലോ അരാനയും വെസ്ലിയുമാണ്. വെസ്ലിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് കോളപ്പാണ്. സോ ഗുയർബെ, അരാന ഓർ വെസ്ലി, രണ്ടിൽ ഒരാൾ ഇറങ്ങും. അതിൽ അരാന ഇറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതായിരിക്കും ഡിഫൻസ്. മോശമല്ല എന്ന് പറയും. ഇരു പാർശ്വം, 2 വിങ് ബാക്ക്, ഡിഫൻസ് പൂർണ്ണമായി പറഞ്ഞിട്ടില്ല. സെൻറ്റർ ബാക്കുമാരെ കാര്യം കൂടി നോക്കണം. സെൻറ്റർ ബാക്കിൽ ഇപ്പോൾ ബ്രസീലിന് ലഭ്യമായിട്ടുള്ള മികച്ച സെൻറ്റർ ബാക്കുമാർ മുറില്ലോ അവിടെയുണ്ട്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ മുറില്ലോ എന്തൊരു കളിയാണ് അദ്ദേഹം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കോളപ്പ് 100% ഡിസേർവിംഗ് ആണ്. പിന്നെ ഗബ്രിയൽ മെഗല്ലസ് ഉണ്ട്. മറുഭാഗത്താണെങ്കിൽ മാർക്കിന്യോസും ലിയോ ഓർട്ടീസും ഉണ്ട്. അപ്പോൾ പ്ലേയിങ് ലെവലിൽ ആര് വരും? സ്വാഭാവികമായിട്ടും മാർക്കിന്യോസ് കളിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. ഒപ്പം ഗബ്രിയൽ മെഗല്ലസ് ഇറങ്ങാൻ സാധ്യത. മൊറില്ലോയും ലിയോ ഓർട്ടീസും സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാവാനാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യത എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ മൊറില്ലോയുടെ മികവ് കാണുമ്പോൾ അദ്ദേഹത്തെ കളിപ്പിക്കാതിരിക്കാൻ എങ്ങനെയാണ് കഴിയുക എന്ന ചോദ്യം ഉയരുന്നുണ്ട്. കോച്ചിൻ്റെ ഇതുവരെയുള്ള പ്രവണതകളും പരിപാടികളുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഗബ്രിയൽ മെഗല്ലസും മാർക്കിന്യോസും സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ് സാധ്യത. ഏതായാലും ബ്രസീലിയൻ ലീഗിൽ നിന്നുള്ള ഡിഫൻഡർമാരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അങ്ങനെയുള്ളവർ ഇപ്പോൾ കൂടുതലായിട്ട് ഈ സ്ക്വാഡിൽ 7 ബ്രസീലിയറോ സിരിയ താരങ്ങളുണ്ട്. അതുകൂടി നോക്കണം. സാധാരണ നമ്മൾ അത്രയധികം ഒന്നും കാണാറില്ല. ഡൊർവാൾ ജൂനിയർ ബ്രസീലിയറോ സിരിയയിലെ താരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നർത്ഥം. ഇനി മധ്യനിരയിലേക്ക് വരുമ്പോൾ അവിടെയാണ് വീണ്ടും ജോയലിൻ്റൻ വന്നിട്ടുള്ളത്. ജോയലിൻ്റൻ, ആൻഡ്രെ, ബ്രൂണോ ഗുയിമാറസ്, ഗേഴ്സൺ, നെയ്മർ, മാത്യസ് കുഞ്ഞ, ഈ 3 പേര്, ഇതിൽ 3 പേരാണ് ഇപ്പോൾ പ്ലേയിങ് ലെവലിൽ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജോയലിൻ്റൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് കരുതുന്നില്ല, മറിച്ച് ബ്രൂണോ ഗുയിമാറസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ആൻഡ്രെ ഓർ ഗേഴ്സൺ കളിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. സോ ബ്രൂണോ ഗുയിമാറസും ഗേഴ്സണും വരും എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം മധ്യനിരയിൽ അറ്റാക്കിനെ സഹായിക്കാൻ ഒരാൾ വേണമല്ലോ. ലൂക്കാസ് പക്കേറ്റ ഇത്തവണ കോളപ്പിലേക്ക് വിളിച്ചിട്ടില്ല. അപ്പോൾ അറ്റാക്കിനെ സഹായിക്കാൻ നമ്പർ 10 റോളിൽ ആര്? നെയ്മർ, അല്ലാതെ ആര്? സോ നെയ്മർ ജൂനിയർ ആയിരിക്കും അവിടെ ഉണ്ടാവുക. മാത്യസ് കുഞ്ഞക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളായിരിക്കും. ഇപ്പോൾ നെയ്മർ ഫുൾ ടൈം കളിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷനും മറ്റുമൊക്കെ വെച്ചുകൊണ്ട്. മാത്യസ് കുഞ്ഞയെ കൊണ്ടുവന്നത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അത്രയും മികച്ച പ്രകടനമാണ് താരം ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതും ഒരു ഡിസേർവിംഗ് ആയിട്ടുള്ള കോളപ്പ് തന്നെയാണ്. സോ നെയ്മർ മാത്യസ് കുഞ്ഞ ഇരു പാർശ്വങ്ങളിലായിട്ട്, മുന്നേറ്റത്തിൻ്റെ ഇരു പാർശ്വങ്ങളിലായിട്ട് ആരെ കളിപ്പിക്കും? സാവിഞ്ഞയുണ്ട്, വിനി ജൂനിയറുണ്ട്, റാഫീഞ്ഞയുണ്ട്, എസ്റ്റവായോ വില്യനുണ്ട്. ഇതിൽ ആരെ കളിപ്പിക്കുമെന്ന് ചോദിച്ചാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുക ബ്രസീലിയൻ ജേഴ്സിയിൽ ഇതുവരെ അങ്ങനെ എടുത്ത് പറയത്തക്ക പ്രകടനമൊന്നും നടത്തിയിട്ടില്ലെങ്കിലും വിനി ജൂനിയർ സ്റ്റാർട്ട് ചെയ്യിക്കുമെന്നാണ്. അപ്പോൾ വലതു പാർശ്വത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് റാഫീഞ്ഞയെ കളിപ്പിക്കുമെന്നാണ്. റാഫീഞ്ഞയും വിനി ജൂനിയറും, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്റ്റാർട്ടിംഗ് 11 താരങ്ങൾ. സാവിഞ്ഞോയും എസ്റ്റവായോ വില്യനും സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലായിരിക്കും വരിക. എസ്റ്റവായോ തീർച്ചയായിട്ടും ഇത് അദ്ദേഹത്തിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയൊരു സമയമാണ്. അദ്ദേഹത്തിൻ്റെ ഐഡലായിട്ടുള്ള നെയ്മർ ജൂനിയർ സ്ക്വാഡിലുണ്ട് താനും. അപ്പോൾ പയ്യനെ സംബന്ധിച്ചിടത്തോളം 17 വയസ്സേ ഉള്ളൂ. ഇനിയും കാലം അങ്ങ് കിടക്കുകയല്ലേ, ഇപ്പോഴേ ധൃതിപ്പെടേണ്ട കാര്യമില്ല, സമയമുണ്ട്. എന്തായാലും ഇത് അദ്ദേഹം നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുമെന്ന് കരുതാം. മാക്സിമം കാര്യങ്ങൾ പഠിച്ചെടുത്താണ് ബ്രസീൽ ക്യാമ്പിൽ നിന്ന് പോവുക എന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്റ്റാർട്ടിങ് വിനി ജൂനിയറും റാഫീഞ്ഞയുമാണ്. അപ്പോൾ സ്ട്രൈക്കർ ആരാ?
നമ്പർ 9 സ്ട്രൈക്കറുടെ റോള് റോഡ്രിഗോ ഓർ ജാവോ പെഡ്രോ. നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന റോഡ്രിഗോയെ സ്ട്രൈക്കറുടെ റോളിൽ കളിപ്പിക്കുമെന്നാണ്. അങ്ങനെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് തന്നെ കോച്ച് തുടരാനുള്ളൊരു സാധ്യതയും നമ്മൾ കാണുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ബ്രസീലിൻ്റെ ടീമിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നോക്കിയാൽ സ്റ്റാർട്ടിംഗ് ലെവൽ എങ്ങനെയാവാം. അലീസൺ ഗോൾ കീപ്പറായിട്ട്, സെൻട്രൽ ബാക്കുമാരുടെ റോളിൽ ഗബ്രിയൽ മെഗല്ലസും മാർക്കിനോസും, ഇരു പാർശ്വങ്ങളിൽ അരാനയും വാൻഡേഴ്സണും, മധ്യനിരയിൽ ബ്രൂണോ ഗുയിമാറസും ഗേഴ്സണും, മുന്നേറ്റങ്ങളെ സഹായിക്കാൻ നമ്പർ 10 റോളിൽ നെയ്മർ ജൂനിയർ, ഇരു പാർശ്വങ്ങളിലായിട്ട് വിനി ജൂനിയറും റാഫിജയും, സ്ട്രൈക്കറുടെ റോളിൽ റോഡ്രിഗോ. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഇത് അത്ര പ്രശ്നമുള്ള സ്ക്വാഡല്ല, മികച്ച സ്ക്വാഡ് തന്നെയാണ്. വേണമെങ്കിൽ മധ്യനിരയിൽ കുറച്ചുകൂടി ഒരു മികവ് വേണമെന്ന് പറയാം. അതുപോലെ ഫുൾ ബാക്കുമാർ, ഇരു പൊസിഷനിലുള്ള ഫുൾ ബാക്കുമാരുടെ കാര്യത്തിലും ചെറിയ ആശങ്കകൾ ഉണ്ടാകാം. ബാക്കിയൊക്കെ കിടിലോൽ താരങ്ങൾ തന്നെയാണ്. അർജൻറ്റീനയോട് മുട്ടാനും കൊളംബിയയോട് മുട്ടാനും ഒക്കെ കെൽപ്പുള്ള സ്ക്വാഡ് തന്നെയാണിത് എന്ന് പറയേണ്ടി വരും. നിങ്ങൾക്കൊരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.